ഗോവിന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവരവരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയിൽ ശീലിച്ച് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയാം. അവരെന്താണ് 18 പിന്നെ എന്താണ് പാർട്ടി സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തതിൻ്റെ അത് എത്ര വനിതാ നേതാക്കന്മാരുണ്ടെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് കേരളത്തിൽ എത്ര വനിതാ നേതാക്കന്മാർ ഈ പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്? വളരെ ചുരുക്കമാണ്. അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കണം. ചില പിന്നെ സാമൂഹികാവസ്ഥയുടെ പ്രതിഫലനമാണ്. കാരണം ചില പിന്നെ ലോക്കൽ കമ്മിറ്റിയെ കൂടുന്നത് ഒരു വനിത പോലും ഇല്ല. ഒരാളെങ്കിലും കിട്ടിയാൽ അദ്ദേഹത്തെ പിടിച്ച് സെക്രട്ടറി ആക്കാൻ പറ്റുള്ളൂ. ഒരാളെ പോലും കിട്ടാറില്ല. പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 50% സ്ത്രീ സംവരണം കൊടുത്തത് ഈ പാർട്ടി ഭരിക്കുമ്പോൾ അതാണ്. വളരെ ചുരുക്കം വരുന്ന ആൾക്കാരാണ് വരുന്നത്. ഈ പറയുന്ന സംവിധാനത്തിലേക്ക് ഇറങ്ങി വരുന്നത്. ഈ കേരളത്തിൽ എത്ര വനിതകൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നുണ്ട്? വളരെ ചുരുക്കമാണ്. അപ്പം പാർട്ടികൾ അവരുടേതായ ശൈലിയിൽ ഇറങ്ങണമെന്നാണല്ലോ പറയുന്നത്. ഗോവിന്ദ മാഷ് എന്ന് പറഞ്ഞത് എന്താണ്, ഈ പറഞ്ഞ പൊതുസമൂഹത്തിൽ വനിതകൾ ഇറങ്ങണം, സ്ത്രീകൾ ഇറങ്ങണം, വ്യായാമം നടത്തണം, പൊതുവിടങ്ങളിൽ അവരുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് കൂടണം എന്നുള്ള നിലയ്ക്കാണല്ലോ പറയുന്നത്. അതല്ലേ ഇന്ന് ലോകം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ പറയാം. മതത്തിനും മതത്തിൻ്റെ അടിസ്ഥാനപ്പെട്ട കാര്യങ്ങൾ. ഇപ്പം നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപതേൻ്റെ പ്രശ്നം പറയുന്നുണ്ടല്ലോ. നമുക്ക് ആർക്കെങ്കിലും അവിടെ ചെന്ന് അഭിപ്രായം പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അത് സഭകൾ തമ്മിലുള്ള പ്രശ്നമാണ്, സഭേൻ്റെ ഇന്റേണലിലുള്ള പ്രശ്നങ്ങളാണ്. അവരാണ് തീരുമാനിക്കുന്നത്. അവരുടെ ശൈലി, അവരുടെ അണികളെ അല്ലെങ്കിൽ അവരുടെ മതത്തെ സ്നേഹിക്കുന്നവരെ, അവർ മതവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, ഏത് ശൈലിയിൽ വളർത്തിക്കൊണ്ടുവരണം എന്ന് പറയുന്നത് ഈ പറയുന്ന മത പണ്ഡിതന്മാരല്ലേ.